ഒരു പെൺകുഞ്ഞ് കൗമാരവും കഴിഞ്ഞ് അതും പിന്നിട്ട് മുന്നോട്ട് വളർന്നു പോകുമ്പോൾ, അവൾക്ക് സുന്ദരമായ ശരീരം വരുമ്പോൾ, ആ ശരീരം വരുമ്പോൾ രാമ, എൻ്റെ മകൾ അങ്ങനെ വളർന്നുയർന്നു പോയപ്പോൾ എൻ്റെ മകളെ ചില കഴുകൻ കണ്ണുകൾ നോട്ടമിട്ടു രാമ. വാൽമീകി രാമായണത്തിൽ വാൽമീകി മാമുനി പറയുന്ന കഥയാണ്. എൻ്റെ മകൾ വളർന്നു വരുമ്പോൾ അവളെ ചില കഴുകൻ കണ്ണുകൾ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി രാമ. ഞാൻ എൻ്റെ രാജ്യത്തും അയൽ രാജ്യത്തുമുള്ള രാജാക്കന്മാർ എൻ്റെ മകളെ വിവാഹം ചെയ്ത് തരണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തു വന്നു. ആ വന്നവരൊക്കെ അല്പന്മാരായിരുന്നു രാമ. എൻ്റെ മകൾ വീര്യശുൽക്കയാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചു. ഒരു വീര്യം കാണിക്കുന്നവന് മാത്രമേ ഞാൻ എൻ്റെ മകളെ കൊടുക്കൂ. നിസാരക്കാരന് കൊടുക്കാനുള്ളതല്ല എൻ്റെ മകൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ പൂർവികന്മാരായി എനിക്ക് ലഭ്യമായ ആ ശൈവജാപം ത്രയംബകം എടുത്തു വെച്ച് അവരോട് എടുത്തുയർത്തി ഞാണേൽക്കാൻ പറഞ്ഞു രാമ. പക്ഷേ ആ വീരന്മാരായി വന്നവരെല്ലാം അല്പവീരന്മാരായി എല്ലാവരും പരിഹാസത്തോടുകൂടി തിരിച്ചുപോയി. ഇന്നും നമ്മുടെ നാട്ടിലുള്ള അസോസിയേഷൻ അന്നുമുണ്ട്. അതുകൊണ്ട് സീതയെ കിട്ടാതായതോടുകൂടി അവരെല്ലാം നിരാശ കാമുക അസോസിയേഷൻ അന്നുണ്ടായിരുന്നു. ഈ കിട്ടാത്തവരെല്ലാം ഒരുമിച്ച് ചേർന്നു അയോധ്യയുടെ അതിർത്തിയിൽ വെച്ചു. സീതയെ തങ്ങൾക്ക് കിട്ടാതെ വന്നപ്പോൾ അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് അയോധ്യയെ ആക്രമിച്ചു രാമ. നോക്കണേ, ഒരു പെൺകുഞ്ഞ് വളർന്നു വരുമ്പോൾ അവളെ വട്ടമിട്ട് പറക്കുന്ന കഴുകൻ കണ്ണുകൾക്ക് വിട്ടുകൊടുക്കാതെ ഒരച്ഛൻ ജനകൻ തൻ്റെ മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് യുദ്ധം ചെയ്യാൻ വന്നവനെതിരെ ഈ അച്ഛൻ യുദ്ധം ചെയ്യാൻ തുടങ്ങി. 1 വർഷം നീണ്ടു നിന്നു രാമ. 1 വർഷം നീണ്ടു നിന്നപ്പോൾ എൻ്റെ രാജ്യത്തിനെതിരെ അവർ ഉപരോധം ഏർപ്പെടുത്തി. ഒരു പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ ഒരച്ഛൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഉപരോധം. നമ്മൾ കേട്ടിട്ടില്ലേ, പാലസ്തീനും ഇസ്രായേലും യുദ്ധം, ഉപരോധം. റഷ്യയും യുക്രൈനും യുദ്ധം, ഉപരോധം. ലോകത്തിൽ ആദ്യത്തെ ഉപരോധം വാൽമീകി രാമായണത്തിലാണ്, മിഥിലയ്ക്കെതിരാണ്. എന്തിനാ? ഒരു പെൺകുട്ടിയുടെ മാനം സംരക്ഷിക്കാൻ ഒരച്ഛൻ തുനിഞ്ഞിറങ്ങിയ ഐതിഹാസികമായ യുദ്ധമാണത്. എൻ്റെ മുന്നിലേക്ക് വന്നവർക്കൊന്നും വിട്ടുകൊടുക്കാതെ എൻ്റെ മകളെ ഞാൻ ചേർത്ത് പിടിച്ചു രാമ. അവസാനം 1 വർഷക്കാലം ധാന്യങ്ങളൊന്നുമില്ലാതെ എൻ്റെ സമൂഹം, എൻ്റെ ജനത, എൻ്റെ പൗരന്മാർ പട്ടിണി കിടക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാരെ തപം ചെയ്ത് ചതുരംഗപ്പടയെ ഉണ്ടാക്കി ഞാൻ യുദ്ധം ചെയ്ത് ആ അല്പവീരന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞു രാമ. എൻ്റെ മകളുടെ ചാരിത്രം ഞാൻ സംരക്ഷിച്ചു. വാൽമീകി രാമായണത്തിൽ നമ്മൾ ഇന്നത്തെ കാലത്തിൽ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമായത്. ഒരു പെൺകുട്ടി വീട്ടിൽ വളർന്നു വരുമ്പോൾ ആരാ പെൺകുട്ടിയെ സംരക്ഷിക്കണ്ടേ? അച്ഛൻ്റെ ധർമ്മമായത്. വാൽമീകി രാമായണത്തിൽ സീത എന്ന് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വിളിക്കുന്ന ഒരു പേരുണ്ട്, ജാനകി എന്ന്. ആരാ ജാനകി? ജനകൻ ചേർത്തു പിടിച്ച മകളാണ്. പെൺകുഞ്ഞുങ്ങളോ ആൺകുഞ്ഞുങ്ങളോ കൗമാരത്തിനോട് ചേരുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത്, വളർത്തേണ്ടത്, കൊണ്ടു നടക്കേണ്ടത് അച്ഛൻ്റെ ധർമ്മമാണ്. ജനകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ജാനകി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരച്ഛനാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത്, അമ്മയാണോ? അല്ല, അച്ഛൻ്റെ ധർമ്മമാണ്. ഇന്നൊരച്ഛൻ തൻ്റെ മകൾക്ക് 10ാം ക്ലാസ്സിലോ +1 +2 പഠിക്കുന്ന തൻ്റെ മകൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന തൻ്റെ മകൾ എന്നും യാത്ര ചെയ്യുന്ന ബസ്സിൽ അതേ സീറ്റിൽ തൻ്റെ മകളോടൊപ്പം ഇരുന്ന് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലെങ്കിലും ആ ബസ്സിലൊന്നും മകളോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു അച്ഛനുണ്ടോ? ആ ബസ്സിലെ ജീവനക്കാരോടും സമൂഹത്തിനോടും ഈ അച്ഛൻ പറയണ്ടേ, എൻ്റെ മകൾക്ക് ചോദിക്കാനും പറയാനും ഒരു പുരുഷന്റെ തുണയുണ്ടെന്ന്? തൻ്റെ മകൾ ഒരു വസ്ത്രം വാങ്ങാൻ വസ്ത്രാലയത്തിൽ പോകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അച്ഛനൊന്ന് കൂടെ പോണ്ടേ? അമ്മ പോണം, പക്ഷെ അച്ഛനും കൂടെ പോണം. എൻ്റെ മകൾക്ക് ചോദിക്കാനും പറയാനും കരുത്തുള്ള ഒരു പുരുഷന്റെ തുണയുണ്ടെന്ന്. എൻ്റെ മകൾ ഒരു ഐസ്ക്രീം പാർലറിൽ പോകുമ്പോൾ, എൻ്റെ മകൾ ഒരു സിനിമ മൊബൈൽ റീചാർജ് ചെയ്യാൻ പോകുമ്പോൾ,
എൻ്റെ മകൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു അച്ഛൻ കൂടെ പോണ്ടേ? എൻ്റെ മകൾക്ക് ചോദിക്കാനും പറയാനും ഒരു പുരുഷന്റെ ഇരുമ്പുലക്ക പോലെയുള്ള കൈത്തണ്ടയുള്ള ഒരു പുരുഷന്റെ തുണയുണ്ട് എൻ്റെ മകൾക്ക് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണ്ടേ? ഈ കഴുകൻ കണ്ണുകൾ വട്ടമിട്ട് പറക്കുന്ന വർത്തമാനകാലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കേണ്ട ജനകന്റെ പിൻതലമുറയിൽപ്പെട്ട നമ്മുടെ അച്ഛന്മാർ എവിടെയാ? അതൊക്കെ നീ നോക്കിക്കോ, നിന്റെ മക്കളല്ലേ എന്ന് പറയുന്ന പഴയ ചൊല്ലില്ലേ, നിർത്തേണ്ട കാലം കഴിഞ്ഞു. അച്ഛന്റെ ധർമ്മമാ പെൺകുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത്. എൻ്റെ മകൾ ബിരുദത്തിന് പഠിക്കുന്നു, കോളേജിൽ പോകുന്നു, അവൾ +2 പഠിക്കുന്നു. അവൾ എൻ്റെ മകൾ ഈ മാസം 21 ദിവസം കോളേജിൽ പോയിരുന്നു. ഒരച്ഛൻ മാസത്തിലൊരിക്കൽ ഒരു കോളേജിൽ പോയിട്ട് എൻ്റെ മകൾ ഈ മാസം എത്ര ദിവസം കോളേജിൽ വന്നിട്ടുണ്ട്, അവളുടെ അറ്റൻഡൻസ് എനിക്കൊന്ന് അറിയണം എന്ന് ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ അച്ഛന് അതിനുള്ള നട്ടല് കാണിക്കണ്ടേ അച്ഛൻ? എൻ്റെ മകളുടെ വിദ്യാലയത്തിലുള്ള വ്യവഹാരം എന്താണ് എന്ന് അച്ഛൻ എപ്പോഴെങ്കിലും പോയി ആ ടീച്ചറോടൊന്ന് ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ മകളുടെ പഠന നിലവാരം എന്താണെന്ന് ഒരച്ഛൻ പോയി ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ മകളുടെ പ്രോഗ്രസ് കാർഡ് അച്ഛൻ പോയി നോക്കണം. കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? അച്ഛൻ പഠന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങൂ, കാണാം കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. പാവം പിടിച്ച അമ്മ മഹായുദ്ധമാണ് വീട്ടിൽ വൈകുന്നേരം. എന്തിന്റെ പേരിൽ? പഠിക്ക് എന്ന് പറയുന്ന അമ്മ. അച്ഛൻ അത് പറയണ്ട, അച്ഛൻ നോക്കിയാൽ മതി. അച്ഛന് സമൂഹത്തിന്റെ കാപ്പട്യം അറിയാം, ആൺകുഞ്ഞുങ്ങളുടെ മനോവിചാരം അറിയാം, മനോഗതി അറിയാം. അവരുടെ കണ്ണിന്റെ കൃഷ്ണമണി ചലിച്ചാൽ അച്ഛനറിയാം. സമൂഹത്തിന്റെ കാപ്പട്യം അറിയുന്ന ഒരു അച്ഛൻ തൻ്റെ മകളെയും കൊണ്ടുപോയാൽ അവളുടെ ശരീരം മാറിയാൽ, അവളുടെ കണ്ണൊന്ന് മാറിയാൽ അച്ഛന് മനസ്സിലാകും. അച്ഛനൊന്ന് നോക്കിയാൽ മതി. ഇവിടെ പേർപ്പെട്ട ആ പാരമ്പര്യമുള്ള നമ്മുടെ നാട്ടിലെ പരിപാലിക്കുന്ന പിതാവ് എവിടെ? നമ്മുടെ മക്കൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കണം. അതില്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ സാധ്യമല്ല. പക്ഷെ ആ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുമ്പോൾ അവർക്ക് ഇൻബിൽഡ് അല്ലാത്ത 2 എണ്ണം അതിലുണ്ട്. ജന്മനാ മൊബൈലിൽ ഇല്ലാത്ത ഫേസ്ബുക്കും വാട്സപ്പും അതിൻ്റെ സ്വഭാവമേ അല്ല, അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കി വന്നു ചേർന്നതിനോടൊരു ശ്രദ്ധ നല്ലതാ എപ്പോഴും. അതുകൊണ്ട് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കണം. എൻ്റെ മകളുടെ ഫേസ്ബുക്ക് അച്ഛൻ എപ്പോഴെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടോ? മകളുടെ ഫേസ്ബുക്ക് അതിലെത്ര ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ മകൾക്ക്? 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ്, 22 വയസ്സുള്ള എൻ്റെ മകൾക്ക് അവളുടെ സാമൂഹ്യപരമായ ബന്ധവും സൗഹൃദം ഉണ്ടാക്കാനുള്ള അവളുടെ കഴിവും വെച്ച് അവൾക്ക് എത്ര സൗഹൃദങ്ങളാകാം. ഫേസ്ബുക്കിൽ 200, 500, 1000 സുഹൃത്തുക്കൾ, 2000 സുഹൃത്തുക്കൾ. നിങ്ങളുടെ മക്കളുടെ ആ ഒരു കഴിവ് വെച്ച് എപ്പോഴെങ്കിലും കുഞ്ഞുങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് നോക്കണം. പോരാ, അവരുടെ സൗഹൃദത്തിന്റെ കഴിവ് വെച്ച് ഇത്രയധികം സുഹൃത്തുക്കൾ എൻ്റെ കുഞ്ഞിന് വന്നാൽ ആ ഫേസ്ബുക്കിലുള്ള സുഹൃത്തുക്കളുടെ പ്രൊഫൈൽ ഒന്ന് നോക്കണം. സ്വയം മുഖത്തോടുകൂടി എത്ര പേർ കൂട്ടുകാരായി ഉണ്ട് എൻ്റെ മകൾക്ക്? അതോ പ്രൊഫൈലിൽ സ്വന്തം ചിത്രത്തിന് പകരം സിനിമാ നടനും സീനറിയും തുടങ്ങിയിട്ടുള്ളതാണെങ്കിൽ ഇതാരാണ് എന്ന് ചോദിക്കാനുള്ളൊരു കെൽപ്പ് വേണ്ടേ അച്ഛന്? അച്ഛനിത് അറിയണ്ടേ? മൊബൈൽ വാങ്ങിക്കൊടുത്താൽ മാത്രം മതിയോ? വാട്സാപ്പിലുള്ള സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നറിയണ്ടേ? സംശയത്തോടെ ചോദിക്കണമെന്നല്ല, ഇതറിയേണ്ട കടമയില്ലേ, ബാധ്യതയില്ലേ ഒരച്ഛന്? അച്ഛൻ ചെയ്യുന്നുണ്ടോ? ഇത് വാങ്ങിക്കൊടുത്താൽ മാത്രം പോരാ. ജനകൻ എങ്ങനെയാണ് തൻ്റെ ജാനകിയെ വളർത്തിയത്, ജനകൻ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ വളർത്തി ലോകത്തിന്റെ മുന്നിൽ ഉന്നതാദർശമുള്ള ഒരു പെൺകുട്ടിയാക്കി മാറ്റിയത്, ആ പെൺകുട്ടി വാൽമീകി രാമായണത്തിൽ എല്ലായിടത്തും പറയുന്ന ഒരു വാക്കുണ്ട്. കൗസല്യാദേവിയോട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എങ്ങനെയാണ് ഇവിടെ വന്നാൽ ജീവിക്കേണ്ടതെന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയാദേവിയോട് സീതാദേവി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്താണ് പത്നീധർമ്മം എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സീത എല്ലാവരോടും പറയുന്നത്, എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്
പത്നീധർമ്മം എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്, മറ്റൊരു വീട്ടിൽ പോയാൽ എങ്ങനെ പെരുമാറണമെന്ന് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ സാമൂഹ്യ വ്യക്തിത്വത്തെ കരുപ്പിടിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. അമ്മ എന്നൊരു വാക്ക് സീത പറഞ്ഞിട്ടില്ല. ജാനകി അച്ഛനെ കുറിച്ചാ പറഞ്ഞത്. ഈ അച്ഛൻ ഇന്നുണ്ടോ നമുക്ക്? വാൽമീകി രാമായണത്തിൽ വാൽമീകി ജനകനും ജാനകിയെയും ചേർത്ത് വെച്ച് പറയുന്ന നിരവധി കഥകളുണ്ട്. ആ ജാനകി എവിടെയാണ് തൻ്റെ ഭർത്താവിനൊരു വീഴ്ച വരുന്നത്, ആ ഭർത്താവിനെ സ്നേഹപൂർവം ശാസിക്കും. പാവം പിടിച്ച് ഒന്നും മിണ്ടാത്തൊരു പെൺകുട്ടിയായി സീതയെ കാണരുത് കേട്ടോ. വാൽമീകി രാമായണത്തിലെ സീത നല്ല ചീറ്റപ്പുലിയാണ്. വീരശുൽക്കയായി വെറുതെ പ്രഖ്യാപിച്ചതല്ല, അത്യധികം കരുത്തും തൻ്റെ ഇടവുമുള്ള പെൺകുട്ടിയാണ്. മറ്റൊരാളുടെ മുന്നിൽ ധർമ്മമാണെങ്കിൽ മാത്രം ഓച്ഛാനിച്ചു നിൽക്കും, അല്ലെങ്കിൽ പറയേണ്ടത് ഭംഗിയായി പറയും.